അങ്ങകലെ ഖുറാസാനിൽ വലിയ മഹാനായ ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് യാസവി എന്നായിരുന്നു. മഹാനുഭാവൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ പല ശിഷ്യരോടും വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. തൻ്റെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരാരൊക്കെയാന്ന് വെച്ചാൽ ഷഹബാസ്, ലുഖ്മാൻ, ജലാൽ, പിന്നെ ജാന്നൂഷ് എന്നയാളും. ഈ 4 ശിഷ്യന്മാരെയും അദ്ദേഹം ആധ്യാത്മികത പരിശീലിപ്പിച്ചത് വളരെ വ്യത്യസ്തവും അപരിചിതവും സാമ്പ്രദായികമായി നാം കേൾക്കാത്ത രീതിയിലുള്ള ഒരു ശൈലിയിലൂടെയായിരുന്നു. 9 വർഷത്തോളം ഈ 4 ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലായി ജീവിച്ചു. ആ നീണ്ട 9 വർഷവും അദ്ദേഹം സാധാരണ ഗുരുക്കന്മാരെ പോലെ ഇവർക്കൊരു പ്രത്യേക ആത്മീയ ക്ലാസ് നൽകിയില്ല. മന്ത്രങ്ങളോ ജപങ്ങളോ സാമ്പ്രദായിക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് അദ്ദേഹം നൽകിയില്ല. ഒരു പുസ്തകങ്ങളിൽ നിന്നും ഒരു വരി പോലും അദ്ദേഹം അവരെ പഠിപ്പിച്ചില്ല. അതിൽ നിന്നെല്ലാം വിഭിന്നമായി അദ്ദേഹം അവരോട് കൽപ്പിച്ചത് ഈ 4 ശിഷ്യന്മാരും തങ്ങളുടെ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം ഗുരുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഗുരു കാർപ്പറ്റുകൾ നെയ്യുന്ന പണിയായിരിക്കും ചെയ്യുന്നത്. ശിഷ്യന്മാർ അത് നോക്കി നിൽക്കും. ചിലപ്പോൾ ഗുരു ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ജോലിയിലായിരിക്കും. കെട്ടിടങ്ങൾ പടുത്തുയർത്തുകയോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ജോലിയായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഗുരു ഈ 4 ശിഷ്യന്മാരെയും അവരവരുടെ ജോലിക്ക് പറഞ്ഞേക്കും. നിശ്ചിത കാലം കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്ന് മാത്രം. ചിലപ്പോൾ ഈ ശിഷ്യന്മാരെ ഗുരു വിളിച്ചു വരുത്തും. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടാക്കിയ ചില വസ്തുക്കൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ വളരെ നിരർത്ഥകമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാനോ ആളുകളെ സന്ദർശിക്കാനോ ഒക്കെ ആയിരിക്കും പറയാം. ഗുരു എന്താണ് കൽപ്പിക്കുന്നത്, എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നവർ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരർത്ഥവും കിട്ടാറില്ല. എന്നാൽ ആ മഹാനായ ഗുരുവിൻ്റെ ആത്മീയമായ ശക്തി കൊണ്ട് ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ നൽകുന്നതിലൂടെ ഈ 4 ശിഷ്യന്മാരെയും ആ മഹാനായ ഗുരു തർബിയത്ത് ചെയ്യുകയായിരുന്നു. ഈ തർബിയത്തിനാണ് സൂചനകളിലൂടെ അടയാളങ്ങളിലൂടെ തർബിയത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഈ നീണ്ട 9 വർഷത്തിനിടക്ക് പലപ്പോഴും ഈ ഷഹബാസ് എന്നും ലുഖ്മാനെന്നും ജലാലെന്നും ജാന്നൂഷ് എന്നും പേരുള്ള ഈ 4 ശിഷ്യന്മാർ കരഞ്ഞിട്ടുണ്ട്. സാധാരണ ഗുരു മറ്റാളുകൾക്കൊക്കെ നൽകുന്നത് പോലെ, അല്ലെങ്കിൽ സാധാരണ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് നൽകുന്നത് പോലെയുള്ള ദിക്റുകളോ ആരാധനാമുറകളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും ഞങ്ങൾക്ക് നൽകുന്നില്ലല്ലോ. ഉപകാരപ്രദമെന്ന് ഞങ്ങൾക്ക് പോലും തോന്നാത്ത എന്തൊക്കെയോ പല കാര്യങ്ങളാണല്ലോ ഗുരു ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവർ പരസ്പരം ചർച്ച ചെയ്യും. ചിലപ്പോൾ അവരുടെ ഈ അവസ്ഥ ഓർത്തുകൊണ്ട് വളരെയധികം ദുഃഖിക്കുകയും കരയുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവസാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഈ 4 ശിഷ്യന്മാരുടെയും ആത്മീയ വഴി അവരെ ജ്ഞാനത്തിൻ്റെ സാഗരത്തിലേക്ക് എത്തിച്ചു. അവരുടെയെല്ലാം അകക്കൺ തുറന്നു. കമാലിയത്തിൻ്റെ ഭാവം അനുഭവിച്ചു കഴിഞ്ഞ നിമിഷം അവർ വീണ്ടും വിതുമ്പി. ഇത്രയും ഉന്നതമായ അവസ്ഥയിലേക്ക് തങ്ങളെ എത്തിക്കാൻ വേണ്ടി അവരുടെ ഗുരു സ്വീകരിച്ച മാർഗങ്ങളെ ഓർത്തും അജ്ഞത കാരണം ഗുരുവിൻ്റെ കർമ്മങ്ങളെ തെറ്റിദ്ധരിച്ചതോർത്തും അവർ സങ്കടപ്പെട്ടു. ആത്മീയമായ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. എത്രത്തോളം എന്നാൽ പിൽക്കാലത്ത് ഈ 4 ശിഷ്യന്മാരിലൂടെയും വളരെ പ്രധാനപ്പെട്ട സൂഫി ത്വരീഖകൾ, ആധ്യാത്മിക വഴികൾ പോലും രൂപപ്പെട്ടു വന്നു. ഒരുപാട് ആളുകൾ ഇവരുടെ വഴിയെ സഞ്ചരിച്ച് ആത്മീയതയുടെ തീർത്ഥജലം പാനം ചെയ്തു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഗുരുവിനെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഗുരുവിൻ്റെ കർമ്മങ്ങളെയോ ഗുരുവിൻ്റെ വാക്കുകളെയോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആ ഗുരു പ്രപഞ്ചനാഥനിലേക്ക് തന്നെ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകും. ഗുരുവേഷം കെട്ടി നടക്കുന്ന കപടന്മാരുടെ കാര്യമല്ല പറയുന്നത്. അവർ ഒരു സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ്. അവർക്ക് പൈശാചികതയിലേക്കുള്ള വഴി മാത്രമേ അറിയുള്ളൂ. അത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.